ഇറാനിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ നേരിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ നടത്തിയത് ദൂരെ നിന്നുള്ള ആക്രമണങ്ങളാണെന്നും ഇന്ന് കെട്ടിടങ്ങൾക്ക് മുകളിൽ നേരിട്ട് ബോംബ് വർഷിക്കുകയാണ് എന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. വിവരങ്ങൾ അഫ്താബ് റഹ്മാൻ നൽകും. അഫ്താബ്, കൂടുതൽ ശക്തമായ ആക്രമണത്തിലേക്ക് അമേരിക്ക കടന്നു കഴിഞ്ഞിരിക്കുകയാണോ? നേരിട്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ബോംബുകൾ വർഷിക്കുകയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, 2-3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഇസ്രായേലിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ ഭൂഘടന, അവിടെയുള്ള സൈനിക വിഭാഗങ്ങളുടെ വിന്യാസം അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാനോ അത്ര എളുപ്പമാകില്ല എന്നുമാണ് ഇസ്രായേലിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് ഇസ്രായേൽ നേരിട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വരെ നടന്നിരുന്ന ആക്രമണങ്ങളിൽ കുറച്ച് ദൂരെ നിന്നും മിസൈൽ വിക്ഷേപിക്കുക, അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ബോംബ് ഡ്രോണുകൾ വഴി എത്തിക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ സ്വീകരിച്ച രീതിയെങ്കിൽ ഇന്നു മുതൽ കെട്ടിടങ്ങൾക്ക് നേരെ മുകളിലെത്തി നേരെ ബോംബ് താഴേക്ക് ഇടുന്ന ഒരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈന്യം അവകാശപ്പെടുന്നത്. ഈ ഒരു ആക്രമണം, ഇതിന്റെ സ്വഭാവം ഏതായിരുന്നാലും ഈ ഒരു ആക്രമണം വ്യാപകമായ രൂപത്തിൽ നടക്കുന്നതായി ഇറാനും സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ മാത്രം 7 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഇറാന്റെ തിരിച്ചടിയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവ്യ, അതാണ് ശക്തമായ ആക്രമണം ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ബോംബ് വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അഫ്താബ്, നോക്കൂ, ഇവിടെ റിയാദിലെ US സൈനിക താവളം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണ ശ്രമവും ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ മിസൈലുകൾ നിർവീര്യമാക്കി എന്ന സൂചന കൂടി വരുന്നുണ്ട്. എപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ദിവ്യ, റിയാദിലേക്ക് നടന്നത് മറ്റു GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ താരതമ്യേന ചെറിയ ഒരു ആക്രമണം, ഒരു പേരിനുള്ള ആക്രമണം എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെയും ഇന്നുമായി നടന്ന 5 ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ അത് ആകാശത്ത് വെച്ച് തന്നെ തകർത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും സ്ഥലത്ത് വീണ് ആർക്കെങ്കിലും പരിക്കേറ്റതായ മറ്റൊന്നും റിപ്പോർട്ടുകളില്ല. മറ്റ് GCC രാഷ്ട്രങ്ങളെ അപേക്ഷിക്കുമ്പോൾ അത് കുറവാണ്. അതേസമയം തന്നെ ഈ ഒരു പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിൽ GCC രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇന്നൊരു അടിയന്തര യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് പരസ്പരം യാത്ര ചെയ്യുന്നതിനും വ്യോമപാത അടച്ചതും കാരണം ഓൺലൈനിലാണ് ഇന്ന് യോഗം ചേരുന്നത്. അതിൽ ഈ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടാണ്. ആ മേഖലയിൽ നിന്നും ഇപ്പോൾ ഹെപ്പക്ലോയിഡ് പോലുള്ള അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾ പിന്മാറുകയാണ്. അതിനർത്ഥം ഗൾഫ് മേഖലയുടെ വ്യാപാര രംഗത്തേക്ക് ഇത് നേരിട്ട് ബാധിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇൻഷുറൻസ് തുക ഏറെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ വരും ദിനങ്ങളിൽ അവശ്യ വസ്തുക്കൾക്കും മറ്റുമെല്ലാം വിലയേറുന്ന സാഹചര്യം ഉണ്ടാകും. ചരക്കുകൾ വിദേശത്തേക്ക് പോകാത്ത ഘട്ടമുണ്ടാകും. ക്രൂഡ് ഓയിൽ കയറ്റുമതിയെ ബാധിക്കും, ദ്രവീകൃത പെട്രോളിയങ്ങളെ ബാധിക്കും, ഒപ്പം തന്നെ LPGയെ ബാധിക്കും. ഈ തരത്തിൽ ഇത് ലോകത്തിന്റെ സമ്പദ്ഘടനയിലേക്കും പതിയെ ഇത് നേരിട്ട് പോവുകയാണെങ്കിൽ ബാധിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും. അതിന്റെ സൂചന കൂടിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഹെപ്പക്ലോയിഡ് പിന്മാറുന്നത്. ഇവിടെ റിയാദിൽ മാത്രമല്ല, ഈ ഒമാനെ ഉൾപ്പെടെ ആക്രമിക്കുകയാണല്ലോ. ഒമാനിൽ ഉൾപ്പെടെ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒമാനെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ ഈ പ്രത്യാക്രമണം ശക്തമാക്കുന്നതിന് എങ്ങനെയാണ് GCC രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്? സൗദി അറേബ്യ ഉൾപ്പെടെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? ഇതിൽ സൗദിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. സൗദി അറേബ്യ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ യുദ്ധത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഭാഗമാകാത്ത രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല എന്ന് സൗദി അറേബ്യ പറയുന്നുണ്ട്. അതേസമയം ഇന്ന് പുലർച്ചെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനേയി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇത്ര രൂക്ഷമായ ആക്രമണം അത് പല ഭാഗത്തേക്കും ഒരേ സമയം നടക്കുന്നത്. ഇതിപ്പോൾ സൈപ്രസിലേക്ക് ഉൾപ്പെടെ യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള ിലേക്ക് ഉൾപ്പെടെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ബ്രിട്ടന്റെ ഒരു സൈനിക താവളമുള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിലേക്ക്, അതായത് യുദ്ധത്തിൽ നേരിട്ട് ഭാഗമാകാത്ത എന്നാൽ US-നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളിലേക്ക് മുഴുവൻ ആക്രമണം നടത്തുകയാണ്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇറാൻ വലിയൊരു സമ്മർദ്ദത്തിനകത്ത് ഈ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ പോലും US-ലേക്ക് ആക്രമണം നേരിട്ട് നടത്തുക സാധ്യമല്ല.
ആ ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് അവരുടെ മുമ്പിലുള്ള ഏക വഴി. അതിപ്പോഴും സജീവമായി തുടരുകയാണ്. അതിൽ തന്നെ UAE, ഒമാനും സൗദി അറേബ്യയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുവൈത്ത്, ഒപ്പം തന്നെ ബഹ്റൈൻ, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള മേഖലയിലെല്ലാം തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നത്. അത് ഏറിയും കുറഞ്ഞും പല സമയത്തായി തുടരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇറാൻ ശ്രമിക്കുന്നത് US-നെയും ഇസ്രായേലിനെയും ഗൾഫ് രാജ്യങ്ങൾ വഴി സമ്മർദ്ദത്തിലൂടെ യുദ്ധവിരാമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട